നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള പാസ്ത തയ്യാറാക്കിയാലോ. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് വേറൊരു രീതിയിലാണ്. ഇത് നല്ല ടേസ്റ്റി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കും. ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ടതിന് ശേഷം നമുക്കിതാ ചെറിയ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. പിന്നെ നമ്മളിതാ ഒരു കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നല്ലപോലെ ഇളക്കിയിട്ട് സെറ്റാക്കി എടുക്കണം. പിന്നെ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് പാലായാലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെള്ളം ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് കേട്ടോ. ഒരു പച്ചമുളക് ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച്. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബീഫാണ്. ബീഫ് വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബീഫിൻ്റെ പാസ്തയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പിന്നെ അത് നമ്മൾ പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേവിച്ച പാസ്തയാണ് കേട്ടോ, വേവിച്ച് സെറ്റാക്കി വെച്ചത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടുള്ള പാസ്തയാണ്, നല്ല ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ നമ്മൾ ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ഇല്ലാത്ത ഒരു കളിയില്ലല്ലോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മെമ്മൂക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിന്, കുട്ടികൾക്കൊക്കെ ബെസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.